നട്ടപ്പാതിരാക്കി ബീഫ് ചില്ലി കഴിക്കാൻ തോന്നി. പിന്നെ ഒന്നും നോക്കിയില്ല, ബീഫ് എടുത്ത് നിന്ന് കഴുകി വൃത്തിയാക്കി എടുത്തു. പിന്നെ കൊത്തിയരിയാനുള്ള സാധനങ്ങളെല്ലാം കൊത്തിയരിഞ്ഞ് വെച്ച് പെട്ടെന്ന് തന്നെ കുക്കറെടുത്ത് ബീഫ് അതിലോട്ടങ്ങ് തട്ടി. പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടി, ഉപ്പ്, മുളക് പൊടി, കുരുമുളക് പൊടി എല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുക്കറിലിട്ട് ഒരു 5-6 വിസിലങ്ങ് അടുപ്പിച്ചു. പിന്നെ വെന്ത ബീഫ് നമ്മുടെ മൺചട്ടിയിലോട്ട് തട്ടി വീണ്ടും അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മുളക് ചതച്ചത്, കുറച്ച് ഉപ്പ്, കറി മസാല, വിനാഗിരി, ആവശ്യത്തിന് കുറച്ച് തൈര്, പിന്നീട് നമ്മുടെ കോൺഫ്ലോർ ഇത്രയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് പുരട്ടി കുറച്ച് നേരത്തേക്കൊന്ന് മാറ്റി വെച്ചു. അതിനുശേഷം പാൻ എടുത്ത് എണ്ണ ഒഴിച്ച് അതങ്ങ് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ച് ഫ്രൈ ചെയ്ത് കോരി. പിന്നൊരു ചീനച്ചട്ടി എടുത്ത് അതിനകത്തോട്ട് എണ്ണ ഒഴിച്ച് ഉള്ളി വഴട്ടാൻ തുടങ്ങി. ഉള്ളി വഴട്ടി അതിനകത്തേക്ക് ക്യാപ്സിക്കവും അതുപോലെ തന്നെ തക്കാളിയും എല്ലാം കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് വഴട്ടിയെടുത്തു. പിന്നെ കുറച്ച് ഉപ്പിട്ട് കൊടുത്തു. അതിനുശേഷം അതിനകത്തേക്ക് ആവശ്യമായിട്ടുള്ള പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, അതുപോലെ കുറച്ച് മുളക് പൊടി, ഇത് 2 മാത്രമേ ഞാൻ ചേർത്തുള്ളൂ. അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അത് കഴിഞ്ഞ് അതിനകത്തേക്ക് കുറച്ച് സോയാ സോസ്, അതുപോലെ തന്നെ നമ്മുടെ ചില്ലി സോസ്, പിന്നെ നമ്മുടെ ടൊമാറ്റോ സോസ്, 3 സോസും ഞാൻ കുറേശ്ശെ ഒഴിച്ചു നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു. പിന്നെ ശേഷം നമ്മുടെ ഇറച്ചി ഫ്രൈ ചെയ്ത് വെച്ച നമ്മുടെ ബീഫ് അങ്ങോട്ടിട്ടു. കുറച്ച് കോൺഫ്ലോർ കലക്കിയ വെള്ളവും അതിനകത്ത് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തു.